ബിഗ് ബോസിൻ്റെ ഒരു കിടിലൻ പ്രൊമോ ഇന്ന് വന്നിട്ടുണ്ട്. അതായത് ജയിൽ നോമിനേഷനാണ്. 4 പേരെ നിങ്ങൾക്ക് ജയിൽ നോമിനേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇത്രയും 50 ഡേയ്സ് ആയിട്ടും ഈ ഹൗസിൽ വന്നിട്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ, അതായത് ഗെയിമിലും ടാസ്കിലും ഒന്നും ഓവറായിട്ട് ഇൻവോൾവ്ഡ് ആവാത്ത ആൾക്കാരെയും ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഹൗസിലുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റീസണും പറയണം ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ റീസൺ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവർ 4 ആളായിരിക്കും പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. നമ്മൾ ഓഡിയൻസിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് തീർച്ചയായിട്ടും ഈ ഒരു 4 പേരെ തന്നെ പറയുകയുണ്ടാവുള്ളൂ. അതായത് അപ്സര, ശ്രീരേഖ, പിന്നെ അഭിഷേക്, പിന്നെ അർജുൻ. ഇവർ 4 ആളാണ് നമ്മൾ ഓഡിയൻസിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് പറയൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ BB ഹൗസിലുള്ളവർ ഫസ്റ്റ് പറയൽ അൻസിബനായിരിക്കും. കാരണം അൻസിബ അവിടെ ഗെയിമൊന്നും കളിക്കുന്നില്ല എന്നാണ് എല്ലാവരും പൊതുവേ പറയുന്നത്. പക്ഷേ അൻസിബ നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പോയിൻറ്റ്സ് പറയേണ്ട സമയത്ത് പോയിൻറ്റ്സ് പറയാനറിയാം. പിന്നെ എന്ത് ഗെയിമാണെന്നുണ്ടെങ്കിലും ആൾക്ക് പറ്റുന്ന രീതിയിൽ ആൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കിച്ചൺ ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെയാണ് ഒരാഴ്ച ഫുൾ കിച്ചണിൽ ആ ഒരു ഡ്യൂട്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൻസിബക്ക് പക്ഷേ പുറത്ത് സപ്പോർട്ടുള്ള കാര്യം ഹൗസിലുള്ള ആരും അറിയുന്നില്ല. അൻസിബ നല്ല അടിപൊളി ഒരു ഗെയിമറാണെന്നാണ് എല്ലാവരെയും ഒരു അഭിപ്രായമുള്ളത്. പിന്നെ എൻ്റെ ഇതിൽ ശ്രീരേഖയും അപ്സരയും അവർ രണ്ടാളും ഒരു ഡബിൾ സ്റ്റാൻഡ് ആയിട്ടാണ് തോന്നുന്നത്. അപ്സര വന്ന ആ ഒരു സമയത്തൊക്കെ നല്ല അടിപൊളി പ്ലെയർ ആയിരുന്നു, നല്ല ക്യാപ്റ്റൻസി ഒക്കെ ആയിരുന്നു അപ്സര. പക്ഷേ അതെവിടെ പോയി. ഇപ്പം അപ്സര ഒരു ഡബിൾ സ്റ്റാൻഡാണ് കളിക്കുന്നത്. ശ്രീരേഖ കളിക്കുമ്പോൾ തന്നെ പിന്നെ അപ്പുറവും ഇപ്പുറവും പോയി പറഞ്ഞിട്ട് അങ്ങനെ അത് ചിലപ്പോൾ അവരുടെ ഒരു മൈൻഡ് ഗെയിം ആയിരിക്കാം, മേ ബി നമുക്കറിയില്ല. അപ്പോൾ അപ്സരനെയും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അർജുൻ ഇതുവരെ ആയിട്ടൊന്നും അവിടെ ചെയ്തിട്ടില്ല. അഭിഷേക് ഫസ്റ്റ് ടൈം വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ യെല്ലോ കാർഡ് കൊടുത്തതിന് ശേഷം ആളും ഒരു അനങ്ങാപ്പാറ നയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളതിൽ ആരൊക്കെയാണ് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ.